ഇന്നത്തെ നമ്മളുടെ റെസിപ്പി ഏറ്റവും എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റാവുന്ന ഒരു ചിക്കൻ കറിയാണ്. നമ്മളുടെ ചപ്പാത്തിയുടെ കൂടെ അപ്പം, ഇടിയപ്പം ഇതിൻ്റെ കൂടെയൊക്കെ സൂപ്പർ കോമ്പിനേഷനായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റാവുന്ന അടിപൊളിയായിട്ട് ബാച്ചിലേഴ്സിനും ബിഗിനേഴ്സിനൊക്കെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റാവുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മളുടെ ഈ സ്പെഷ്യൽ ചിക്കൻ കറി റെഡിയാക്കി എടുക്കണേന്ന്. അപ്പോൾ നമ്മൾ ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞതും 1 ടീസ്പൂൺ തന്നെ വെളുത്തുള്ളി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ സവാള ചേർത്ത് കൊടുക്കണം. നമുക്ക് അത് 2 മീഡിയം സൈസിലുള്ള സവാളയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ നമുക്ക് പച്ചമുളക് എരിവിന് ആവശ്യമായിട്ട് ഞാനിപ്പോൾ 3 എണ്ണം വരെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ സവാളേനെ വഴറ്റിയെടുക്കുക. അത്യാവശ്യം നല്ല ബ്രൗൺ കളറിലേക്ക് തന്നെ വേണം നമ്മുടെ സവാള. അതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കുക. ഇത് അത്യാവശ്യം എന്താ പറയുക സ്പൈസി ആയിട്ടുള്ള ഒരു കറി അല്ല. എന്താ വെച്ചാൽ അതുകൊണ്ട് തന്നെ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നന്നായിട്ടുണ്ടാവില്ല കേട്ടോ. നമ്മളുടെ ചപ്പാത്തി പൊറോട്ടയുടെ കൂടെ അല്ലെങ്കിൽ ഇടിയപ്പം നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെയുള്ള കാര്യങ്ങളുടെ കൂടെ കഴിക്കാനാണ് സൂപ്പർ കോമ്പിനേഷനായിട്ട് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ നല്ല രീതിയിൽ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കണം. പിന്നെ നമുക്കൊരു 3/4 ടീസ്പൂൺ മതി മുളക് പൊടി. പിന്നെ ഫെനൽ പൗഡറാണ്, നമ്മുടെ പെരിഞ്ജീരകത്തിൻ്റെ പൊടി 1 ടീസ്പൂൺ നിറയെ തന്നെ. മല്ലിപ്പൊടി വേണം 1 ടീസ്പൂൺ. അപ്പോൾ ഇത്രയും പൊടികൾ നമ്മൾ ചേർത്ത് കൊടുക്കണുള്ളൂ. ആവശ്യത്തിന് ഉപ്പും ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സ്പൈസി അല്ലാത്തത് കൊണ്ടാണ്. പിന്നെ ഓവറായിട്ടുള്ള മസാല ടേസ്റ്റുകളൊന്നും നമ്മളുടെ ഈ കറിയിൽ ഉണ്ടാവില്ല. തേങ്ങാപ്പാലിൻ്റെ രുചിയൊക്കെയാണ് നമ്മളുടെ ഈ കറിയിൽ കൂടുതലായിട്ട് ഉണ്ടാവുക. പിന്നെ എരിവിന് ആവശ്യമായിട്ട് നമ്മൾ പച്ചമുളകാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ പൊടികളുടെ പച്ചമുളകൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 500 ഗ്രാം ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കാം. ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നന്നായി കഴുകി വൃത്തിയാക്കി ഒട്ടും വെള്ളമില്ലാതെ നമ്മൾ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം തുറന്ന് വെച്ചിട്ട് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ തുറന്ന് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് സമയം ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേനും ചിക്കനിൽ നിന്നൊക്കെ നന്നായി വെള്ളം ഇറങ്ങി വന്നോളും. അപ്പോൾ ആ വെള്ളത്തിൽ കിടന്നിട്ട് ചിക്കൻ കുക്കാവുമ്പോഴാണ് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാവുക നമ്മളുടെ കറി. അപ്പോൾ ഒരു 5 മിനിറ്റ് സമയം നമുക്ക് തുറന്ന് വെച്ചിട്ട് കുക്ക് ചെയ്യുമ്പോൾ തന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യത്തിന് വെള്ളം നമ്മളുടെ ചിക്കനിൽ നിന്ന് ഇറങ്ങി വന്ന് തുടങ്ങും. ആ സമയത്ത് നമുക്ക് മൂടി വെച്ചിട്ട് വെയിറ്റ് ചെയ്യാം. ഒരു 10 മിനിറ്റ് സമയം തന്നെ വേണം നമ്മളുടെ ചിക്കൻ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതേ രീതിയിൽ വെള്ളമൊക്കെ നന്നായിട്ട് വന്നിട്ടുമുണ്ട്. ചിക്കനൊക്കെ ഒരു 90% കുക്കായി വന്നിട്ടുമുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് തുറന്ന് വെച്ചിട്ട് കുക്ക് ചെയ്യാം. അപ്പോൾ ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ല തിക്കായിട്ട് കുഴഞ്ഞിരിക്കുന്ന പരുവത്തിൽ തിക്ക് ഗ്രേവി ആയിട്ട് നമുക്ക് കിട്ടണം. നമ്മൾ ചേർത്തിരിക്കുന്ന സവാളയൊക്കെ വെന്തലിഞ്ഞ് പോയിട്ടുണ്ട് ഈ സമയത്ത്. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത്യാവശ്യത്തിന് ഇതേപോലെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മളുടെ കറി. നല്ല എന്താ പറയുക തിക്കായിട്ട് നമ്മുടെ ഗ്രേവി ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് വേണം നമുക്ക് നമ്മുടെ തേങ്ങാപ്പാലൊന്ന് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 3/4 കപ്പ് തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട്. അതായത് 1 കപ്പ് നാളികേരം ചെരുകിയത് എടുത്തിട്ട് അതായത് ഒരു 3/4 കപ്പ് വെള്ളം ഒഴിച്ച് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്തിട്ട് അത് പിഴിഞ്ഞെടുത്തിട്ടുള്ള പാലാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതായത് മീഡിയം തിക്കായിട്ടുള്ള നല്ല കട്ടി തേങ്ങാപ്പാലല്ല, ഒരു മീഡിയം തിക്കിലുള്ള തേങ്ങാപ്പാലാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി തേങ്ങാപ്പാൽ ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് സമയം തന്നെ കുക്ക് ചെയ്യുക. അപ്പോൾ നല്ല കട്ടി കുറുകി വരും നമ്മളുടെ ചാറൊക്കെ. അതാണ് നമ്മളുടെ കറിയിലെ ടെക്സ്ചർ എന്ന് പറയുന്നത്. ലൂസായിട്ടുണ്ടാവുമ്പോൾ നന്നായിട്ടുണ്ടാവില്ല. പക്ഷേ നമ്മൾ കറി ഇറക്കി വെക്കുന്ന സമയത്ത് ഇതേപോലെ ഗ്രേവി ആയിട്ടിരിക്കുന്ന സമയത്ത് വേണം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. തേങ്ങാപ്പാലായതുകൊണ്ട് നല്ല കുറുകി വരും നമ്മളുടെ കറി. അപ്പോൾ ഞാനിപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് കാച്ചി ഒഴിക്കണം നമ്മളുടെ കറിയിലേക്ക്. അതിനുവേണ്ടി നമ്മളുടെ പാൻ അടുപ്പത്ത് വെച്ചു. 1 ടേബിൾ സ്പൂൺ മാത്രം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഒന്ന് പൊട്ടിക്കാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് ചുമന്നുള്ളി ഒരു 6 എണ്ണമൊക്കെ മതി ഒന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. ഒരു പച്ചമുളകും കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റി ഒന്ന് ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് താളിച്ചൊഴിക്കാം. ഇത്രയേ ഉള്ളൂ. ഈ ഭാഗം സ്കിപ്പ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇനി എന്താ പറയുക വെളിച്ചെണ്ണ ഓവറായിട്ട് യൂസ് ചെയ്യും എന്ന് തോന്നുന്നുണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ നേരത്തെ സവാള വഴറ്റിയപ്പോഴും വെളിച്ചെണ്ണ ഒഴിച്ചു, തേങ്ങാപ്പാലും ഉണ്ട്. അപ്പോൾ ഇനി ഇത് വേണ്ട, ഈ ഭാഗം സ്കിപ്പ് ചെയ്യണമെന്ന് തോന്നുന്നവർ സ്കിപ്പ് ചെയ്തോ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ടേസ്റ്റിലൊന്നും ഒരു വ്യത്യാസം വരില്ല. പക്ഷേ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ച് ചേർക്കുമ്പോൾ കുറച്ചും കൂടി ഒരു നല്ല ടേസ്റ്റ് വരും. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇതിങ്ങനെ ചെയ്യണത്. അപ്പോൾ അതും കൂടി നന്നായി നമ്മുടെ ചുമന്നുള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഒരു സ്പെഷ്യൽ മണമാണല്ലോ ചുമന്നുള്ളിയൊക്കെ കാച്ചി ഒഴിക്കുമ്പോൾ. അതുകൊണ്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കണത് കേട്ടോ. അപ്പോൾ അതും കൂടി നമ്മൾ ചേർത്ത് കൊടുത്തു. ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് ചൂടോട് കൂട്ടിയിട്ട് അല്ലെങ്കിൽ ചെറിയ ചൂടോട് കൂടിയിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ഇത്രയുള്ള നമ്മളുടെ ഇന്നത്തെ സ്പെഷ്യൽ തേങ്ങാപ്പാൽ ചിക്കൻ കറിയുടെ
റെസിപ്പി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റാവുന്നൊരു സംഭവമാണ്. അധികം സ്പൈസി അല്ലാത്ത കറിയാണ്. അപ്പോൾ നമ്മുടെ ചപ്പാത്തി ഇടിയപ്പം ഒക്കെ ഉണ്ടാക്കുമ്പോൾ ചിക്കനൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഇതേപോലെ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ കമൻസ് ആയിട്ട് തന്നെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള ഈസി പീസി ആയിട്ടുള്ള റെസിപ്പീസായിട്ട് ഞാൻ വേഗം വരാം. അതുവരേക്കും ബൈ, താങ്ക് യു.